സ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്, മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. പ്രൈസ് ഗോഡ്. വിശുദ്ധ ബൈബിളിൽ അനേക സ്ത്രീകളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ 4-5 അധ്യായത്തിൽ നാം കാണുന്ന ഒരു ധീര വനിതയാണ് ദെബോറ. ഇസ്രായേലിന്റെ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ ദൈവം തന്റെ ജനത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച സ്ത്രീയാണ് ദെബോറ. ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ ഇവരുടെ അപ്പനെയും അമ്മയെ കുറിച്ച് പറയുന്നില്ല. ലെപ്പിദോസിന്റെ ഭാര്യയായ ദെബോറ എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. ഇവരുടെ വാസം എഫ്രൈം പർവ്വതത്തിൽ റാമയ്ക്കും ബെഥേലിനും ഇടയ്ക്കുണ്ടായിരുന്ന ഈന്തപ്പനയുടെ കീഴിലായിരുന്നു. ന്യായാധിപന്മാരുടെ 4-ാം അധ്യായം ആദ്യ ഭാഗം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: യഹൂദ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായി യാബീന് വിറ്റുകളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ ഹാരോശ്യത്തിൽ പാർത്തിരുന്ന സീസറ ആയിരുന്നു. അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയതുകൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇതിനാധാരമായി സങ്കീർത്തനം 106-ാം അധ്യായം 40 തൊട്ട് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് യഹോവയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിച്ചു. അവൻ തന്റെ അവകാശത്തെ വെറുത്തു. അവൻ അവരെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരെ പകച്ചവർ അവരെ ഭരിച്ചു. അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി. അവർ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു. എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു. തങ്ങളുടെ അകൃത്യ നിമിത്തം അധോഗതി പ്രാപിച്ചു. എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു. യഹോവയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതുകൊണ്ട്, ദുശാഠ്യ നിമിത്തം, അനുസരണക്കേട് നിമിത്തം, യഹോവയുടെ കൽപ്പനകളെ ആചരിക്കാഞ്ഞത് നിമിത്തം യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. അവൻ അവരെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. യാബീൻ രാജാവിന്റെ കയ്യിൽ ഈ ഇസ്രായേൽ മക്കളെ ഏൽപ്പിച്ചു. അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി. ഈ യാബീൻ രാജാവിന്റെ സേനാപതിയായ സീസറ ഇവരെ 20 വർഷക്കാലം ഞെരുക്കി. അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ഈ യാബീൻ രാജാവിന് കീഴടങ്ങേണ്ടി വന്നു. 20 വർഷക്കാലം ഞെരുങ്ങുന്നതായ ഈ അവസ്ഥയിൽ അവർ നിലവിളിക്കുകയാണ് ദൈവത്തോട്, ഈ കഷ്ടതയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ എന്നും പറഞ്ഞ്. അവരുടെ അനുസരണക്കേട് നിമിത്തം ഉണ്ടായ ആ യഹോവയുടെ കോപം ഇവരുടെ നിലവിളിക്ക് മുമ്പിൽ മാറിപ്പോയി. ഇവർ നിലവിളിച്ചപ്പോൾ മഹാകരുണയുള്ള കരുണാസമ്പന്നനായ നമ്മുടെ ദൈവം അവരുടെ നിലവിളിക്ക് മുമ്പിൽ ഇറങ്ങി വന്ന് അവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു എന്ന് ബൈബിൾ കാണുന്നു. എത്ര നല്ല ദൈവമാണ് നമുക്കുള്ളത്! മഹാകരുണയുള്ള, മനസ്സലിവുള്ള, മഹാദയുള്ള നമ്മുടെ ദൈവം ഒന്ന് നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേട്ട് നമ്മുടെ കഷ്ടതയെ കാണുന്ന ദൈവമാണ്. ഇങ്ങനെ ഈ ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവരെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച സ്ത്രീയാണ് ദെബോറ. ഇവൾക്ക് വലിയ പാരമ്പര്യമോ വലിയ വീടുകളോ ഒന്നുമില്ല എന്ന് നമ്മൾ കണ്ടു. എന്നാൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീയെ യഹോവ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തു. അവൾക്കുണ്ടായിരുന്നത് യഹോവയിലുണ്ടായിരുന്ന പൂർണ്ണമായ ആശ്രയം. യഹോവയിൽ അവൾ പൂർണ്ണമായി വിശ്വസിച്ചു. യഹോവയ്ക്ക് കീഴ്പ്പെട്ട അനുസരണയോടെ ജീവിച്ച വ്യക്തിയായിരുന്നു ദെബോറ. ആ അനുസരണയുടെ മുമ്പിൽ യഹോവ അവളിൽ പ്രസാദിച്ച് ഈ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി അവളെ തെരഞ്ഞെടുത്തതായി നമ്മൾ കാണുന്നു. ഇസ്രായേലിന്റെ 4ാമത്തെ ന്യായാധിപതിയായിരുന്നു ഈ ദെബോറ. ഇസ്രായേൽ മക്കൾ പതിവായി ന്യായപാലനത്തിനു വേണ്ടി ദെബോറയുടെ അടുക്കൽ ചെല്ലുകയുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ഞെരുങ്ങുന്ന അവസ്ഥ മനസ്സിലാക്കിയ ദെബോറ സൈന്യത്തലവനായ ബറാക്കിനെ വിളിച്ചിട്ട് ഇപ്രകാരം പറയുകയാണ്: നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന 10,000 പേരെ യുദ്ധത്തിനായി കൂട്ടിക്കൊള്ളുക. സിസേറയും അവന്റെ രഥങ്ങളെയും യഹോവ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബറാക്കിനൊരു ഭയം.
സിസേരയെ കുറിച്ച് അവൻ അറിയാം. 900 ഇരുമ്പ് രഥമുള്ള മനുഷ്യനാണ്. പുറപ്പാട് 14 അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഫറവോന് പോലും 600 ഇരുമ്പ് രഥം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനേക്കാൾ ശക്തമായ ഒരു സൈന്യം സിസേരയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ബറാക്കിന് യുദ്ധം ചെയ്യുവാൻ പോകാൻ ഒരു ഭയം മാത്രമല്ല, ഈ ദബോറയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യം മനസ്സിലാക്കിയ ബറാക്ക് ഇപ്രകാരം പറയുകയാണ്, നീ എന്റെ കൂടെ വരാമെങ്കിൽ ഞാൻ പോകാം, ഇല്ല എങ്കിൽ ഞാൻ പോവുകയില്ല എന്ന് പറഞ്ഞു. അതിനവൾ ഒരു പ്രവചനത്തിൽ കൂടി പറയുകയാണ്, ഈ പോകുന്ന യാത്രയിൽ നിനക്ക് ഇതിന്റെ ബഹുമാനം ലഭിക്കുകയില്ല. യഹോവ സിസേരെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്ന്. ഈ ദബോറ ഒരു ന്യായാധിപതി മാത്രമല്ലായിരുന്നു, ഒരു പ്രവാചകി കൂടിയായിരുന്നു. അവളുടെ പ്രവചനം ഇപ്രകാരമായിരുന്നു, സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന്. ഈ ബറാക്കിന്റെ വിളി അനുസരിച്ച് ഈ ദബോറ ബറാക്കിന്റെ കൂടെ കടന്നു പോവുകയാണ്. അവൾ ഒന്നും ഓർത്തില്ല, അയ്യോ ഞാനൊരു സ്ത്രീയാണല്ലോ, എന്നെയും കൊണ്ട് ഇതിന് കഴിയുമോ, ദൈവം എന്നെ ഈ യുദ്ധത്തിൽ പോകുവാൻ എങ്ങനെ എനിക്ക് കഴിയും എന്നൊന്നും അവൾ ചിന്തിച്ചില്ല. അവൾ ചിന്തിച്ചത് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവത്തെയാണ്, വാക്കുമാറാത്തവനായ ദൈവത്തെയാണ് അവൾ ചിന്തിച്ചത്. ഒന്നും ശ്രദ്ധിക്കാതെ ബറാക്കിന്റെ കൂടെ പോകുന്നതായി നമ്മൾ ബൈബിളിൽ കാണുന്നു. ഇങ്ങനെ ഇവർ 10,000 പേരെയും കൂട്ടി താബോർ പർവ്വതത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇതറിഞ്ഞ സിസേറ അവന്റെ 900 ഇരുമ്പ് രഥങ്ങളെയും അവന്റെ ആൾക്കാരെയും കൂട്ടി താബോർ പർവ്വതത്തിലേക്ക് കടന്നു വരുന്നതായി നമ്മൾ കാണുന്നു. 900 ഇരുമ്പ് രഥം അവന്റെ ആശ്രയമായ ഇരുമ്പ് രഥമായിരുന്നു. സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, കുതിര ജയത്തിന് വ്യർത്ഥമാകുന്നു എന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു. അവന്റെ ആശ്രയമായ ഇരുമ്പ് രഥമായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഇസ്രായേൽ മക്കൾ, അവർക്ക് യാതൊരു യുദ്ധ സന്നാഹവുമില്ല, ഒരു ആയുധങ്ങളും അവരുടെ കയ്യിലില്ല. എന്നാൽ അവർക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഈ സിസേറയും സൈന്യത്തെയും കണ്ട ദബോറ ബറാക്കിനോട് പറയുകയാണ്, നീ പുറപ്പെട്ടു ചെല്ലുക, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു. ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് ബറാക്ക് സൈന്യത്തെയും കൂട്ടി മുന്നോട്ട് പോവുകയാണ്. യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു. അതെ, തന്റെ ജനത്തിനു വേണ്ടി, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവ തന്നെ ആ സൈന്യത്തിന്റെ മുമ്പിലായി കടന്നു പോവുകയാണ്. ഒരു യുദ്ധസന്നാഹങ്ങളുമില്ല, എന്നാൽ ഉള്ളത് യഹോവ തന്നെ അവർക്ക് മുമ്പായി കടന്നു പോവുകയാണ്. 2 കൂട്ടരും കൂടി യുദ്ധം ചെയ്യുമ്പോൾ അതിന്റെ താഴോട്ടുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് കാണും, യഹോവ സിസേരയും അവന്റെ സകല സൈന്യത്തെയും ബറാക്കിന്റെ മുമ്പിൽ തോൽപ്പിച്ചു കളഞ്ഞു എന്ന, വാളിന്റെ വായ്ത്തലയാൽ കൊന്നു കളഞ്ഞു. സകലരെയും ആരെയും ശേഷിപ്പിക്കാതെ സിസേറ മാത്രം രക്ഷപ്പെട്ടു. അവനാ രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടുകയാണ്, കാൽനടയായി അവൻ ഓടുകയാണ്. ഓടിപ്പോയി അഭയം പ്രാപിച്ചത് ഈ കനാന്യ രാജാവായി യാബീനുമായി സമാധാനം ഉണ്ടായിരുന്ന ഹേബറിന്റെ ഭാര്യ യായേലിന്റെ കൂടാരത്തിലാണ്. അവന് നല്ല ധൈര്യത്തോടെ അവൻ അവിടെ ആ ഭവനത്തിൽ പോയി അഭയം പ്രാപിച്ചു. അവൻ അറിയാമായിരുന്നു യാബീൻ രാജാവുമായി സമാധാനമുള്ള കുടുംബമാണല്ലോ, അവനൊരു പ്രശ്നവും അവിടെ ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ച് അവൻ അവിടെ കയറുകയാണ്. എന്നാൽ ഈ യായേലും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. മോശയുടെ അമ്മായിപ്പനായ ജെത്രോയുടെ വംശത്തിലുള്ളതായിരുന്നു ഈ ഹേബരും കുടുംബവും. ഈ സിസേറ ഈ യായേലിനെ വിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അവൻ വെള്ളം ചോദിച്ചപ്പോൾ യായേൽ അവന് കുടിപ്പാൻ പാൽ കൊടുത്തു, കിടക്കുവാൻ പരവതാനി വിരിച്ചു കൊടുത്തു. എന്നാൽ ഇവൻ ഉറക്കമായപ്പോഴേക്ക്, നല്ല ഉറക്കത്തില് ഇവൾ അവനെ കൊല്ലുന്നതായി നമ്മൾ കാണുന്നു. ബൈബിളിൽ അത് അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ 5-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങളിൽ ഇപ്രകാരമാണ്, യായേൽ അവനെ തല്ലി തല തകർത്തതായിട്ട്. അതെ, അങ്ങനെ യഹോവയുടെ വാഗ്ദത്തം അവിടെ നിവൃത്തിയാവുകയാണ്. ദബോറ പറഞ്ഞ പ്രവചനം, അതെ, യഹോവ സിസേരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും, യായേൽ അവനെ കൊന്നു. ഈ പ്രവചനം നിവൃത്തിയാവുകയാണ്. വാക്കു പറഞ്ഞവൻ വാക്കുമാറാത്തവനാണ്. വാഗ്ദത്തം നിറവേറപ്പെടുക തന്നെ ചെയ്യും. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ എന്ന് മാത്രമാണ്.
വീണ്ടും 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദബോറയും ബറാക്കും കൂടി ദൈവത്തെ സ്തുതിച്ച് പാടുന്ന പാട്ടാണ്. ഈ യുദ്ധത്തിൽ കിട്ടിയ അവരുടെ ജയത്തിന് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിന്റെ അവസാന ഭാഗം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, നിന്റെ ശത്രുക്കളൊക്കെയും ഈ വണ്ണം സിസേറയെ പോലെ നശിക്കട്ടെ. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. പിന്നെ ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഇസ്രായേലിന്റെ 20 വർഷത്തെ കഠിന ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ ദൈവം ദെബോറയെ അവർക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു. അവളിലുള്ള യഹോവയുടെ ഭയം, യഹോവയിലുള്ള പൂർണ്ണമായ ആശ്രയം, യഹോവയ്ക്ക് അനുസരിച്ച് ജീവിച്ച ജീവിതം യഹോവ അവളിൽ പ്രസാദിച്ച് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥത കൊടുത്തു. 20 വർഷം കഠിനമായി പീഡിപ്പിച്ചെങ്കിൽ ഇരട്ടി വർഷം സ്വസ്ഥത കൊടുത്തു. അത് ഡബിൾ പോർഷൻ വിക്ടറി. യഹോവ ദെബോറയിൽ പ്രസാദിച്ചത് കൊണ്ട് തന്റെ ജനത്തിനു വേണ്ടി യഹോവ പ്രവർത്തിച്ചു. 20 വർഷത്തെ കഠിന ഞെരുക്കത്തിനും അപ്പുറം 40 വർഷം ദേശത്തിന് സ്വസ്ഥതയുണ്ടായി. പ്രിയ ദൈവമക്കളെ, നമ്മൾ കടന്നു പോകുന്ന ജീവിതം യുദ്ധത്തിൻ്റെതായ അവസ്ഥയിലാണ്. എന്തുകൊണ്ട് യഹോവയുടെ കോപം നമ്മുടെ മേൽ ഉണ്ടാകുന്നു? നമ്മുടെ അനുസരണക്കേടിന്റെ നിമിത്തം ശത്രു നമ്മളെ ഞെരുക്കുന്നതായിട്ടുണ്ടെങ്കിൽ ഈ സമയം ദൈവത്തോടൊന്ന് നിലവിളിക്കാമോ? നിലവിളിക്ക് മുമ്പിൽ മറിഞ്ഞിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പുതിയ നിയമത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: കുരുടനായ പുത്രൻ നിലവിളിക്കുകയാണ്, ഉറക്ക നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. ആ നിലവിളിക്ക് മുമ്പിൽ യേശു നിന്നിട്ട് അവന്റെ കണ്ണിനെ സൗഖ്യമാക്കിയതായി നമ്മൾ വായിക്കുന്നു. എത്ര വലിയവനായ ദൈവമാണ് നമുക്കുള്ളത്! ആ ഇസ്രായേലിന്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമായി നമുക്ക് കൂടെയുണ്ട്. അവൻ മാറാത്തവനാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. God is God. He never changes. He is the same yesterday, today and forever. എത്ര വലിയ ദൈവമാണ് നമുക്കുള്ളത്! നിങ്ങൾ ജനിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഈ സമയം ദൈവത്തോടൊന്ന് നിലവിളിക്കാമോ? ഈ കഷ്ടതയിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കാമോ എന്ന് ഒന്ന് നിലവിളിച്ച് ചോദിച്ച് ആ കഷ്ടതയുടെ ഇടയിൽ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കാൻ ശക്തനായ ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെ ശക്തി കൊണ്ട് നടക്കുകയില്ല. പൗലോസിനോട് കർത്താവ് പറയുന്നു: എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പൗലോസ് പ്രകാരമാണ് പറയുന്നത്: ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെയും ഞാൻ ശക്തിമാനാകുന്നു. കാരണം ദൈവത്തിന്റെ ആ ശക്തി അവന്റെ മേലുണ്ട്. അതേ, നമ്മളായിരിക്കുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമുക്ക് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ട്. ആ ശക്തി നമ്മളെ ശത്രുക്കളുടെ മുമ്പിൽ ജയാളികളായി നിർത്തും. ഈ ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിന് വേണ്ടി യുദ്ധത്തിന് മുൻപിൽ പുറപ്പെട്ടതുപോലെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ മുമ്പിൽ ആ ജീവനുള്ള ദൈവം ഇന്നുണ്ട്. നമ്മുടെ സകല പ്രശ്നങ്ങളിലും വിടുവിക്കാൻ ശക്തനായ ദൈവത്തെ ഈ സമയം നമുക്ക് സ്തോത്രം ചെയ്യാൻ, സ്തുതിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി